ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. നട്ടി ബബിൾ കേക്ക്, നട്ട്സ് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ നട്ട്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ കേക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് വെക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി ആദ്യം 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1 കിലോ വെയിറ്റുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇത് മൂന്നും ഇട്ടിട്ട് ആദ്യം നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ 1/4 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി ചൂടാറണ വരെ ഒന്ന് മാറ്റി വയ്ക്കുക, ചെറിയ ചൂടാവണ വരെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് 3 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ചൊന്ന് ബീറ്റായി വരുമ്പോൾ, ഒരു പകുതി ബീറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതാണെങ്കിൽ 1 കപ്പ് എടുക്കുക. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അപ്പോൾ ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര മുഴുവനും നന്നായി അലിഞ്ഞ് നല്ല ക്രീമായിട്ട് വരുന്ന ഒരു പാകം വരെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബട്ടർ ഫ്ലേവറിന് വേണ്ടി ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കണം. അധികം ആവരുത്, ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ വേണം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് ഉണ്ടല്ലോ, ബൂസ്റ്റ് മിൽക്ക്, ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇത് കണ്ട് പാൽപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇതുപോലെ കട്ടിയായിട്ട് വന്നിട്ടുള്ളത്. പാലാണെങ്കിൽ ഇത്തിരി ലൂസായിരിക്കും. അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ പാലാണെങ്കിൽ 1/4 കപ്പ് പാലിലേക്ക് ബൂസ്റ്റ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ബീറ്റർ മാറ്റി വയ്ക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരിച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സ് ഉണ്ടല്ലോ, അത് ഇത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലത്തെ ഈ തിക്കിലുള്ളൊരു ബാറ്ററാക്കി എടുക്കുക. ഇനി നമുക്കിത് ഒരു പാൻ, റൗണ്ട് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ പേപ്പർ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റൗ ടോപ്പിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ പാൻ ചൂടാക്കാൻ വെക്കുക. ഇനി ഇത് ബാറ്റർ ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം പാനിലേക്ക് വെച്ചിട്ട് അടച്ച് ഒരു വെയിറ്റൊക്കെ വെച്ചതിന് ശേഷം ഒരു 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീമൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്രീമാക്കിയിട്ട് തണുപ്പിച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് വേണം. 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഇതിൽ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് നട്ട്സ് വേണം. അപ്പോൾ ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നട്ടി ബബിൾ കേക്കാണ്, നട്ട്സ് അത്യാവശ്യം വേണം. അപ്പോൾ ഇതിൽ ബദാമുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, കപ്പലണ്ടി, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് കേക്കിലേക്ക് ഏത് വേണമെങ്കിലും നട്ട്സ് എടുക്കാം. ഇതുപോലെ കേക്ക് നമുക്ക് ലെയർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് ചെയ്യാൻ പോണത്. അത് 2 ലെയറായാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബേസിൽ കുറച്ച് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റത്തെ ഏറ്റവും മേലത്തെ ലെയർ ആദ്യം വെച്ച് കൊടുക്കണം. ഇതുപോലെ കമഴ്ത്തിയിട്ട് മേലത്തെ ലെയർ ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ്, ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒഴിച്ച് മുഴുവനും നനച്ച് കൊടുത്തതിന് ശേഷം ക്രീം ഇട്ട് കൊടുക്കുക. ഇനി ക്രീം എല്ലായിടത്തും ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇത് ഏതായാലും പുറത്തുനിന്ന് വാങ്ങണതോ ഏതായാലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കുറച്ച് ക്രീമിൻ്റെ മേലെ പതുക്കെ ഒന്ന് നൈഫ് വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നട്ട്സ് എല്ലാ ഭാഗത്തേക്കും കേക്കിലാവണ പോലെ ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ രണ്ടാമത്തെ ലെയർ വയ്ക്കുക. ഈ ലെയറിൽ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിക്കുക, ക്രീം തേക്കുക, മിൽക്ക് മെയ്ഡും നട്ട്സൊക്കെ ഇട്ടിട്ട് മൂന്നാമത്തെ ലെയറും ലാസ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഏറ്റവും അടിയിലത്തെ ലെയർ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ക്രീം തേക്കുക. ഇതിൻ്റെ മേലെ ഇനി നട്ട്സ് ഇടരുത്. ക്രീം തേച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ആയി പോലെ ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ക്രീം ആദ്യം തേച്ചിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിപ്പോൾ എല്ലായിടത്തും ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് വേണം വീണ്ടും ഇത് ഫുൾ കോട്ട് ചെയ്യാനായിട്ട്. ഇനി അതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി തിളച്ച വെള്ളത്തിൽ ഒരു ചെറിയൊരു ബൗളിൽ ഇതുപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടിടുക. ഇതിലേക്ക് ഇനി കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം, ഇത് അളവൊന്നുമില്ല, നമുക്ക് ബബിൾസ് ഉണ്ടാക്കാൻ മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എടുക്കുക. ഒരു ഇത്തിരി തിക്കായിട്ടുള്ളൊരു ഇത് വേണം. ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വയ്ക്കുക. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്ത് കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇനി ഇത് ഫുൾ കോട്ട് ഇതുപോലെ ഫുൾ കോട്ട് ചെയ്തെടുക്കുക. ഇനി സൈഡ് ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് സൈഡ് ഒന്ന് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കുക. സൈഡിൽ നമുക്ക് ഡിസൈൻ കൊടുക്കണം, അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. അപ്പോഴത്തേനും നമുക്ക് സൈഡിൽ നട്ട്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കേക്കിൻ്റെ ചുറ്റും കുറേശ്ശെ ആയിട്ട് വെച്ച് ക്രീം പുറത്ത് പോവാണ്ട് കുറേശ്ശെ വെച്ച് ഇത് അതുകൊണ്ടാണ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് വെക്കുമ്പോൾ ഇതോടൊപ്പം ക്രീമൊക്കെ ഇളകിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഇതുപോലെ പതുക്കെ ആക്കി ചുറ്റും വെച്ച് കൊടുക്കണം നട്ട്സ്. പിന്നെ ഇതിൽ ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനതിന് പകരം ചോക്ലേറ്റ് ചെറിയ പീസാക്കിയിട്ട് അതും ചോക്ലേറ്റും ഇതിൽ കൂടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുറ്റും ഈ നട്ട്സിൻ്റെ ഇടയിൽ കൂടെ ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് കുറേശ്ശെ കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബബിൾസ് ഇടണം. അതിന് മുൻപ് ഇത് ഓർഡർ കേക്ക് ആയതുകൊണ്ട് ഇതിന് നെയിം എഴുതണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ നടുവിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ഇതുപോലെ ബബിൾസ് ഇട്ട് കൊടുക്കണം. അത് ഏത് അളവിലായാലും നമുക്കിതുപോലെ ചെറുതോ വലുതോ പല അളവിലായാലും ഇതുപോലെ ബബിൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് ഇനി ബൂസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. കൈ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആകെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ അരിപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ വെച്ചിട്ട് പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഈ ബൂസ്റ്റ് പൊടി ബബിൾസിൻ്റെ മേലെ മുഴുവനും കേക്കിൻ്റെ മേലെ മുഴുവനും കവർ ചെയ്യുന്ന പോലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബബിൾസിൻ്റെ മേലെ ഒന്നും കൂടെ ആ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറിയൊരു ബബിൾസും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചെറിയ ബബിൾസായിട്ട് അതും വരും. മുഴുവൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഒരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ മൊനയുള്ള എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒരു ഭാഗം ഇതുപോലെ പൊന്തിച്ചിങ്ങനെ കൊടുത്താൽ നമുക്കത് പതുക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഉരിഞ്ഞെടുക്കാൻ പറ്റും. ക്രീമൊന്നും പോവാണ്ട് പതുക്കെ നമുക്കിത് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. ഇനി ഇത് നമ്മൾ നട്ടി ബബിൾ കേക്കിന് മേലെ ഡിസൈനൊന്നും ഇല്ല, ഇത്രയ്ക്ക് ഉണ്ടാവാറുള്ളൂ. ഇത് ഓർഡർ കേക്ക് ആയതുകൊണ്ട് നമുക്ക് നെയിം എഴുതണം. പിന്നെ അവർ പറയണ മോഡൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഹാർട്ട് ഷേപ്പിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചതും നെയിം എഴുതിയതും ഒക്കെ. ഇനി ഇതുപോലെ ഇനി ഫ്ലവറും വരയ്ക്കണം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കേക്കിന് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഡബിൾ കളർ ഫ്ലവറാണ് ചെയ്യാൻ പോണത്, റോസ് ഫ്ലവർ. അതിന് വേണ്ടി നമ്മൾ വലിയ സ്റ്റാർ നോസിൽ ഇട്ടിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് 2 കളറ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ക്രീം മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുക. ഇനി എല്ലായിടത്തും ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ സൈഡിലും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഷെൽ നോസിൽ എടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ഒരു ബോർഡർ വരച്ചു കൊടുക്കാം ഹാർട്ട് ഷേപ്പിന്.
ഇനി ഇതേ നോസിലും ക്രീമും വെച്ചിട്ട് തന്നെ നമുക്ക് താഴെയും ഇതിൻ്റെ റൗണ്ട് മുഴുവനും ഒരു ഷെൽ ബോർഡർ തന്നെ വെച്ച് കൊടുക്കണം. ഇത് മുഴുവനും ഷെൽ ബോർഡർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ബർത്ത്ഡേ കേക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ബർത്ത്ഡേ സ്റ്റിക്കും വെക്കണം. പിന്നെ ഇനി കുറച്ച് സിൽവർ ബോൾസ് ഈ ഫ്ലവറിൻ്റെ മേലെയും ഈ പേരെഴുതിയ സൈഡിലും കുറച്ച് സിൽവർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ട് കേക്ക് നമുക്കൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.